ഹലോ നമസ്കാരം. ആർക്കിടെക്ചറൽ മല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൃഹങ്ങളിലെ വാസ്തുദോഷം എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഒന്നാമതായി ഗൃഹത്തിന്റെ സ്ഥാനം, ഗൃഹത്തിന്റെ ചുറ്റളവ്, ഗൃഹമധ്യസൂത്രം തടസ്സപ്പെട്ടു കിടക്കുക, മുറികളുടെ സ്ഥാനം, അടുക്കളയുടെ സ്ഥാനം, പാചകം ചെയ്യുന്നതിന്റെ സ്ഥാനം, ഗൃഹത്തിന്റെ ദർശനം തുടങ്ങിയവ പരിശോധിച്ചാൽ ഗൃഹങ്ങളിൽ വാസ്തുദോഷം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിശദമായി പറയുകയാണെങ്കിൽ, ആദ്യമായി ഗൃഹത്തിന്റെ സ്ഥാനം നമ്മുടെ പ്ലോട്ടിൽ കറക്റ്റായി ആണോ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഒരു വാസ്തുവിദ്യാ വിദഗ്ധന്റെ സഹായം ഇതിനുവേണ്ടി തേടാവുന്നതാണ്. രണ്ടാമതായി ഗൃഹത്തിന്റെ ചുറ്റളവാണ്. മരണച്ചുറ്റിൽ വരാത്ത ചുറ്റളവിൽ വേണം ഗൃഹം നിർമ്മിക്കാൻ. അടുത്തതായി പറയുന്നത് ഗൃഹമധ്യസൂത്രം നേരായ രീതിയിൽ ഗൃഹത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. അടുത്തത് മുറികളുടെ സ്ഥാനമാണ്. കന്നിമൂല പോലുള്ള ഭാഗങ്ങളിൽ അടുക്കള, ടോയ്ലറ്റ് തുടങ്ങിയവ വന്നിട്ടുണ്ടെങ്കിൽ അതും വാസ്തുദോഷമായി കണക്കാക്കാവുന്നതാണ്. മറ്റൊന്ന് അടുക്കളയുടെ സ്ഥാനമാണ്. ഗൃഹത്തിന്റെ വടക്ക്, കിഴക്ക് തുടങ്ങിയ ഭാഗങ്ങളിൽ അല്ലാതെ മറ്റു ഭാഗങ്ങളിൽ അടുക്കള വന്നാൽ അതും വാസ്തുദോഷമായി കണക്കാക്കാം. അടുക്കളയിൽ പാചകം ചെയ്യാൻ അടുപ്പ് കത്തിക്കുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ ആകണം. അതിന് വിപരീതമായി ആണ് അടുപ്പ് എങ്കിൽ അതും വാസ്തുദോഷമായി കണക്കാക്കാം. ഇത്തരം പ്രാഥമിക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗൃഹങ്ങളിലെ വാസ്തുദോഷങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായും ഉള്ള ദോഷങ്ങൾ മനസ്സിലാക്കാൻ ഒരു വാസ്തുവിദ്യാ വിദഗ്ധന്റെ സേവനം ഉപയോഗിക്കുന്നതാവും ഉത്തമം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.